ഹൈഡാ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഫേസസ് യൂട്യൂബ് ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമ്മളിന്ന് വന്നിട്ടുള്ളത് SSLC ഫിസിക്സിലെ ചാപ്റ്റർ 3 ആയ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതായത് വൈദ്യുതിയുടെ കാന്തിക പ്രേരണം എന്ന ചാപ്റ്ററിൽ ഷുവറായിട്ട് 3 അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കുന്ന ഭാഗമാണ് ട്രാൻസ്ഫോമർ എന്ന സെഷൻ അല്ലേ. ഇവിടെ കാണുന്ന ട്രാൻസ്ഫോമർ ആണ്, ഇവിടെ കാണുന്ന ട്രാൻസ്ഫോമർ എന്ന സെഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതായത് എക്സാമിന് ഷുവറായിട്ടും ചോദിക്കും. സോ നമ്മൾ എന്താ ഒരൊറ്റ വീഡിയോയിൽ ഇത് പെട്ടെന്ന് നമ്മൾ തീർക്കാൻ നോക്കുകയാണ്. സോ നമ്മൾ വേഗം കിടക്കുകയാണ്, ഒരു ടൈം നോക്കുന്നില്ല. സോ ഇത് നമ്മൾ വളരെ സിമ്പിളാണ്, അതായത് നമുക്കിവിടെ പഠിക്കേണ്ടത് അവിടെ കാണുന്നുണ്ട് I ഉണ്ട്, V ഉണ്ട്, N ഉണ്ട് അല്ലേ. IV N എന്താ, അതായത് I എന്ന് പറഞ്ഞാൽ കറണ്ട് ആണ്, V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ്, ആൻഡ് N എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് ടേൺസ്, അതായത് ചുറ്റുകളുടെ എണ്ണമാണ്. ഇത്രയാണ് ബേസിക് ആയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന്, അതായത് ട്രാൻസ്ഫോമർ എന്ന ഭാഗത്ത് നിന്ന് പ്രധാനമായിട്ട് അറിയേണ്ട ഈ കാര്യങ്ങളാണ്. ശ്രദ്ധിച്ചു, ഓക്കെ അല്ലേ? ഓക്കെ, നമ്മൾ കിടക്കുകയാണ്. എന്താ വോൾട്ടേജ് കറണ്ട്, അതായത് ശ്രദ്ധിക്കാനാണ് വോൾട്ടേജ് കറണ്ട്, അതായത് വോൾട്ടേജിന് നമ്മൾ V ഇട്ടു. അതൊരു ലവ് സ്റ്റോറിയാണ്, അതായത് വോൾട്ടേജ് കറണ്ടിനെ തേച്ചിട്ട് ചുറ്റിനായത് നമ്പർ ഓഫ് ടേൺസിനെ തേച്ച് പ്രേമിച്ചു. ഈ ഒരു പേര് നിങ്ങളുടെ തലയിൽ എപ്പോഴും ആണ്. അതായത് വോൾട്ടേജ് കറണ്ടിനെ തേച്ചിട്ട് നമ്പർ ഓഫ് ടേൺസിനെ എന്ത് ചെയ്തു, പ്രേമിച്ചു. വോൾട്ടേജ് കറണ്ടിനെ തേച്ചിട്ട് ചുറ്റുകളുടെ എണ്ണത്തെ എന്ത് ചെയ്തു, പ്രേമിക്കുകയാണ് ചെയ്തത്. സിമ്പിൾ. ഓക്കെ, അപ്പൊ എന്താ ഓൾറെഡി ഇപ്പം വോൾട്ടേജും കറണ്ടും ശത്രുതയിലാണല്ലോ അല്ലേ. അപ്പൊ എന്താ അവർ വിപരീത ദിശയാണ്, ശത്രുതയാണ് വിപരീത ദിശ. അതായത് ഇപ്പോൾ വോൾട്ടേജ് മുന്നോട്ടേക്കാണെങ്കിൽ കറണ്ട് എന്തായിരിക്കും, വേക്കോട്ടേക്ക് വന്ന വിപരീത ദിശമായിരിക്കും. എന്നിട്ട് വോൾട്ടേജും ആൻഡ് നമ്പർ ഓഫ് ടേൺസും എന്തായിരിക്കും, ഒപ്പരല്ല. ഇപ്പോൾ ഒരു പ്രണയത്തിലല്ല, അപ്പോൾ അത് രണ്ടാളും ഒപ്പരം എങ്ങനെ മുന്നോട്ട്, രണ്ടാളും ഒപ്പരം എങ്ങനെ മുന്നോട്ട് പോകും. ഓക്കെ, ഈ ഒരു ഭാഗമാണ് ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, സെറ്റ്, ഇത്ര പറഞ്ഞാൽ മതി. ഇനി അവിടെ കിടക്കുകയാണ്, അതായത് വി ലവ് N, അതായത് വോൾട്ടേജ് ഇഷ്ടമാണ് ആർക്ക്, നമ്പർ ഓഫ് ടേൺസിന്. വോൾട്ടേജിന് ഇഷ്ടമല്ല, അവരുടെ പ്രണയം നശിച്ചു പോയത്, തകരാറായി പോയി. ആരുടെ വോൾട്ടേജ് ലവ് അല്ല കേട്ടോ. വോൾട്ടേജ് എന്താണ്, അവർ പ്രേമം ഒഴിവാക്കി തേച്ച്. അതിനെന്താ വോൾട്ടേജ് അവർ രണ്ടു തമ്മിൽ ഇഷ്ടമില്ല, വോൾട്ടേജ് നമ്പർ ഓഫ് ടേണും ഇഷ്ടമില്ല. അപ്പം എന്താ അവരെന്തായിരിക്കും, വിപരീത ദിശ. ഈ ഒറ്റ കോൺസെപ്റ്റ് കിട്ടിയാൽ അടിപൊളിയായിരിക്കും. അപ്പം എന്താ വോൾട്ടേജ് ഇപ്പം മുന്നോട്ടേക്കാണെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് മുന്നോട്ടേക്ക് പോകില്ലേ അല്ലേ, ആ ഒരു പ്രണയത്തിലല്ലേ. ഇനി വോൾട്ടേജ് ഇപ്പോൾ മുന്നോട്ടേക്കാണ്, കറണ്ട് വേക്കോട്ടേക്കല്ലേ പോകും, അവർ വിപരീത ദിശയല്ലേ, അവരുടെ പ്രേമം പൊളിഞ്ഞതല്ലേ. ഈ ഒരു കൺസെപ്റ്റ് പറഞ്ഞാൽ മതി. സെറ്റ് അല്ലേ? ഇത് ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, ലൈക്ക് അടിക്കുക. അപ്പോൾ ആരും വീഡിയോക്ക് ലൈക്ക് അടിക്കുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇത്രയും നല്ല അടിപൊളി ക്ലാസ് നമുക്ക് നിങ്ങൾ എന്താ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യും കേട്ടോ. പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ചോദിച്ചു, നമ്മൾ കയ്യിൽ നടത്തോളം നമ്മൾ ചെയ്യും, റിപ്ലൈ തന്നിരിക്കും. സോ ഓക്കെ, ഈ കാര്യം അറിഞ്ഞല്ലോ. ഓക്കെ, അതായത് വളരെ സിമ്പിളാണ്, ഈ കാര്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പെട്ടെന്ന് എടുക്കണം, അതായത് V എന്ന് പറഞ്ഞ വോൾട്ടേജ്, അത് നമുക്കൊരു ഇക്വേഷൻ ആണ്, അതായത് ഒരു ഇക്വേഷൻ ആണ്, ശ്രദ്ധിക്കുക. V ബൈ V. അപ്പോൾ ആദ്യം നമ്മൾ ലവിലുള്ള വോൾട്ടേജിന് നമ്പർ ഓഫ് ടേൺസിനാണ് എടുക്കുന്നത്. മറ്റേ വോൾട്ടേജ് കറണ്ടും അല്ല, വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസും എടുക്കുന്നത്. അപ്പോൾ V ബൈ V N ബൈ N എന്ന് എടുക്കാം. ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി അതേ പറഞ്ഞു, ഈ ഒരു വോൾട്ടേജ് എവിടെ പോവുകയാണെങ്കിലും അതിൻ്റെ പരം നമ്പർ ഓഫ് ടേൺസ് ഉണ്ടാവും എന്ന് പറഞ്ഞില്ല. അപ്പോൾ വോൾട്ടേജ് ഇപ്പോൾ സെക്കൻഡറിയിൽ പോവാം, വോൾട്ടേജ് സെക്കൻഡറിയിൽ ഒരു ഫോം ഒപ്പിട്ട് വാങ്ങാൻ പോകണമെങ്കിൽ ആടെ പോകും, ആടെ നമ്പർ ഓഫ് ടേൺസ് പോകും, ഫോം ഒപ്പിട്ട് വാങ്ങാന്ന് പറഞ്ഞിട്ട്. കാരണം അവർ തമ്മിൽ ലവിലാണ്, ഇത് പ്രണയത്തിലാണ്. ഇനി വോൾട്ടേജ് എന്ത് ചെയ്യും, പ്രൈമറിയിൽ പോയിട്ട് ഒരു അപേക്ഷ കൊടുക്കാൻ പോകാന്നെങ്കിൽ ആര് പോകും, നമ്പർ ഓഫ് ടേൺസ് എന്ത് ചെയ്യും, അപേക്ഷ കൊടുക്കാൻ പോകും. ഇത്രയേ ഉള്ളൂ. ഇനി നേരെ തിരിച്ച് ശ്രദ്ധിക്കുക, നേരെ തിരിച്ച് N ബൈ N ഈക്വൽ ടു V ബൈ V. ഓക്കെ, N ബൈ N ഈക്വൽ ടു V ബൈ V. അപ്പം ഈ ഒരു N ഇനി സെക്കൻഡറിയിൽ പോയിട്ട് ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാണ്. ശ്രദ്ധിക്കുക, അതായത് ഒരു നമ്പർ ഓഫ് ടേമിന് സെക്കൻഡറിയിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ട്. അപ്പം എന്താ VNS ബൈ VS സെറ്റ്. ഇനി നമ്പർ ഓഫ് ടേൺസിന് പ്രൈമറിയിൽ നിന്നും ഒരു അപേക്ഷ ഇങ്ങോട്ട് കിട്ടാനുണ്ട്. അതേപോലെ ആരും പോകും, ബിയും പോലെ അല്ലേ. അപ്പം എന്താ നമ്പർ ഓഫ് ടേൺസ് P ആണെങ്കിൽ V എത്രയായിരിക്കും, P ആയിരിക്കും. ഈ ഒരു ലോജിക്ക് കിട്ടിയല്ലോ, അതിൽ അപേക്ഷ കൊടുക്കാൻ വാങ്ങുക. ഓക്കെ, സെറ്റ്. അങ്ങനെയെങ്കിൽ ഇത്രയുള്ളൂ നമ്മളല്ലേ. VP ഒരു അപേക്ഷ കൊടുക്കാൻ പോവുകയാണെങ്കിൽ NP അപേക്ഷ കൊടുക്കാൻ പോകും. VS അപേക്ഷ കൊടുത്തത് വാങ്ങാനാണെങ്കിൽ NS അപേക്ഷ കൊടുത്ത് വാങ്ങാൻ പോകും. ഇവരെങ്ങനെയാണ്, അതായത് NS ഒരു ലെറ്റർ ഒരാൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ VS ലെറ്റർ കൊടുക്കും. എന്താ, അവർ ലവിലാണ്, ഹൃദയം ഓർത്താൽ മതി. ഇനി ഹൃദയം ഇടിഞ്ഞാൽ അങ്ങനെ പോവോ, ഇല്ല, ഒരിക്കലും പോവില്ല. ഹൃദയം ഇടിഞ്ഞാൽ അങ്ങനെ ഒരിക്കലും പോവുകയില്ല. സോ ശ്രദ്ധിക്കുക, അതായത് VP ബൈ VS. അപ്പം ഞാനിവിടെ ഹൃദയം ഇല്ലാത്തത് എഴുതിയിരിക്കാം. ഓക്കെ, ഞാനിവിടെ V ബൈ V ഈക്വൽ ടു I ബൈ I എന്ന് എഴുതി. സോ വോൾട്ടേജിന് സെക്കൻഡറിയിൽ പോയിട്ട് ഒരു ലെറ്റർ വാങ്ങാൻ അല്ലേ വേണ്ട, വോൾട്ടേജിന് ഒരു ഓണത്തിന് ഒരു അടിപൊളി ഗിഫ്റ്റ് വാങ്ങാനുണ്ട് അല്ലേ, വോൾട്ടേജിന് ഒരു ഗിഫ്റ്റ് വാങ്ങാനുണ്ട്. സോ ഗിഫ്റ്റ് ഇപ്പോൾ സെക്കൻഡറിയിൽ പോയിട്ടാണ് വാങ്ങുന്നത്, വോൾട്ടേജ് ഗിഫ്റ്റ് സെക്കൻഡറിയിൽ പോയിട്ടാണ് വാങ്ങുന്നത്. പക്ഷേ കറണ്ടിലാണ് പോകേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. കാരണം എന്താ, അവര് പ്രണയം
നശിച്ചു പോയതാണ്. അപ്പോൾ അവർക്ക് പോകേണ്ട ആവശ്യമില്ല. വോൾട്ടേജ് ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ പോകുകയാണെങ്കിൽ കറണ്ടിന് പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കറണ്ട് പോകൂല. അപ്പം എന്താ, കറണ്ട് വേറെ എവിടെ പ്രൈമറി കാര്യം പോകും. അവർ പോകുന്ന എതിർദിശയിലാണ് ഇത് സഞ്ചരിക്കുക. ഇനി വോൾട്ടേജിന് പ്രൈമറിയിൽ പോയിട്ട് ഒരു മൊബൈൽ എടുക്കാനുണ്ട്. ഒരു മൊബൈൽ എടുക്കാണ്ട് വോൾട്ടേജിന് പ്രൈമറിയിൽ പോയിട്ട് ഒരു മൊബൈൽ എടുക്കാണ്ട് അപ്പൊ എന്ത് ചെയ്യും? വോൾട്ടേജ് മൊബൈൽ എടുക്കാൻ പോകുന്നത് പ്രൈമറി പോയിട്ടാണ് എടുക്കുക അല്ലേ? എന്താ ഈ കറണ്ട് പ്രൈമറി പോയിട്ട് മൊബൈൽ എടുക്കോ? ഇല്ല, കറണ്ട് എവിടെ പോകുന്നറിയോ? കറണ്ട് സെക്കൻഡറിയിൽ പോയിട്ട് ലാപ്ടോപ്പ് എടുക്കും. കറണ്ട് സെക്കൻഡറിൽ പോയി ലാപ്ടോപ്പ് എടുക്കും. അവരെ ഒപ്പരം പോകേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ എന്താ അതിലുള്ളത് VSC/BP=IP/IP ഈ ഒരു കോൺസെപ്റ്റ് പഠിക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ. അതായത് കൊടുക്കാൻ വാങ്ങാണ്. പക്ഷെ ഇവിടെ എന്താ കൊടുക്കണമെങ്കിൽ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ വാങ്ങുക. ആ ഒരു വിപരീതം മാത്രമേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ കമന്റ് ചെയ്യുക. ഓക്കെ, ആണില്ലേ? എല്ലാവിധ കാര്യങ്ങളും ഇവിടെ പറഞ്ഞത് ഇത് VP/BSI. ഇത് VP ഇപ്പോൾ പ്രൈമറി പോയിട്ട് ഒരു ഫോൺ വാങ്ങാൻ പോവുകയാണെങ്കിൽ IS എന്തെങ്കിലും I പോയിട്ട് ഒരു ഷോർട്ട് സർക്യൂട്ട്. അതായത് എന്തെങ്കിലും വാങ്ങാൻ പോകും, അത്രയും ഓർക്കുക. അതേ ഉള്ളൂ. എന്താ വിപരീത ദിശയ്ക്കോ? കാരണം അവരുടെ ഹാർട്ട് തകർന്നു പോയതാണ് എന്ന് ഓർക്കുക. സെറ്റാണല്ലോ? സെറ്റാണ്. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്താലോ? ഒരൊറ്റ പ്രോബ്ലം സിമ്പിളായിട്ട് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് രണ്ട് ഒരൊറ്റ പ്രോബ്ലം വളരെ സിമ്പിളായിട്ട് ചെയ്യാം. സോ നോക്കാം. അതായത് ഇവിടെ തന്നിട്ടുള്ളത് എ ട്രാൻസ്ഫോമർ വർക്കിംഗ് ഓൺ എ 240 volt AC supplies a voltage of 8 volt to an electric bulb in the circuit. The number of turns in primary coil is 4800. ഇവിടെയാണ് പ്രൈമറി കോയിൽ ആണ്. എന്താ നമ്പർ ഓഫ് ടേൺസിന് N ആയിരുന്നു, NP ആണ് എത്ര? 4800, 4800. ആകെ അത്രയൊക്കെയാണ്. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ടേൺസ് ദ സെക്കൻഡറി കോയിൽ. നമ്മൾ പറഞ്ഞത് കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറി കോയിൽ. അപ്പം NS ആണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? VP തന്നിട്ടുണ്ട്. വോൾട്ടേജ് പ്രൈമറിയിലുള്ളത് 240 വോൾട്ട് AC എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ VSC സെക്കൻഡറിയിൽ എന്ന് തന്നിട്ടുണ്ട്. ആദ്യം 8 വോൾട്ട് ബെല്ലിൽ തന്നില്ല. അപ്പൊ ആദ്യം നമുക്ക് നോക്കാം അവരെന്താ ഹൃദയത്തിലാണോ ഹൃദയത്തിലല്ലേ? അതായത് വിയും എന്നും ഹൃദയത്തിലാണ്, വിയും ഐയും ഹൃദയത്തിലല്ല. വിയും എന്നും ഹൃദയത്തിലാണ്, വിയും ഐയും ഹൃദയത്തിലല്ല. ടോപ്പിക് മനസ്സിലായാലോ? ഒരു കോൺസെപ്റ്റ് മനസ്സിലായാലോ? മനസ്സിലായി. അപ്പൊ എന്താ അവിടെ നമുക്ക് ഹൃദയത്തിലായുള്ളതാണ്. എന്താ അവർ എവിടെ പോവുകയാണെങ്കിലും, ഇപ്പൊ കറണ്ട് എവിടെ പോവുകയാണെങ്കിലും കറണ്ടിന്റെ പരം നമ്പർ ഓഫ് ടേൺസ് പോകും. ഓക്കെ, നമ്മൾ ഈ കാര്യങ്ങൾ ആദ്യം എടുത്ത് ഫിസിക്സിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ ആ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് ആൻസർ എടുത്ത് ജസ്റ്റ് എഴുതി വെക്കുക. അപ്പൊ എന്താ VP=240 വോൾട്ട് AC. VS അതായത് വോൾട്ടേജ് സെക്കൻഡറിയിൽ എത്ര? 8 വോൾട്ട് എന്ന് എഴുതി. അതേപോലെ നമ്പർ ഓഫ് ടേൺസ് പ്രൈമറിയിൽ എത്ര? 4800 എന്ന് കിട്ടി. നമുക്ക് കാൽക്കുലേറ്റ് എന്ത് ചെയ്യേണ്ടത്? NS ആണ് കാണുന്നത്. ഒന്നും നോക്കാനില്ല. ഇനി ഇക്വേഷൻ ഉണ്ടാക്കും. സാറേ ഈ ഇക്വേഷൻ ഉണ്ടാക്കാൻ അറിയില്ല, ഭയങ്കര ടൈറ്റ് ആണെന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇക്വേഷൻ എന്താണോ എടുത്തിരിക്കുക, വിയും അല്ലേ? NSC അതെങ്ങനെ നേരെ തിരിച്ചല്ലേ സാറേ വേണ്ടത്? ഒന്നുമില്ല. എന്താണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അവനെ ഫസ്റ്റ് ആക്കി എഴുതുക. അതായത് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് കാൽക്കുലേറ്റ് NS ആണ് ഇവിടെ സാറ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ എന്താ NS ഫസ്റ്റ് ചെയ്യേണ്ട? NS ഫസ്റ്റ് ആക്കി എന്താ? NS അവിടെ പ്രൈമറി ആണ്, അതിന്റെ അടിയിൽ എന്തായിരിക്കും? NP ആയിരിക്കും. ഓക്കെ, എന്നേരെ ഈക്വൽ ടു VS. കാരണം എന്താ? NSഉം NP എന്താ? ഹൃദയം. അപ്പൊ എന്താ NS വിട്ട് പോവുകയാണെങ്കിലും NS ഇപ്പോൾ ഒരു ലെറ്റർ കൊടുക്കാൻ പോവുകയാണെങ്കിൽ VS ലെറ്റർ കൊടുക്കാൻ പോകും. അതായത് നമ്പർ ഓഫ് ടേൺസ് ലെറ്റർ കൊടുക്കാൻ പോവുകയാണെങ്കിൽ വോൾട്ടേജ് ലെറ്റർ കൊടുക്കാൻ പോകും. അതേ ഒരു കൺസെപ്റ്റ് ഓർക്കും. അപ്പൊ എന്താ NS equal to NS/NP=VS/VP. അതായത് ഇത്ര ഓർത്താൽ മതി. NSഉം VSഉം എന്നും വിയും ഇപ്പോൾ ആ ഹൃദയത്തിലാണ്. എന്നെ എവിടെ പോവുകയാണെങ്കിൽ, എന്നിപ്പോൾ പ്രൈമറിയിൽ പോവുകയാണെങ്കിൽ വോൾട്ടേജ് പ്രൈമറിയിൽ പോകും. അതേപോലെ സെക്കൻഡറിയിൽ പോവുകയാണെങ്കിൽ വോൾട്ടേജും സെക്കൻഡറിയിൽ പോകും. ഈ ഒരു കൺസെപ്റ്റ് പഠിച്ച് വെച്ചാൽ മതി. എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഇക്വേഷൻ എങ്ങനെ ഉണ്ടാക്കും? ഇനി നമുക്ക് ആരെയാണ് കണ്ടുപിടിച്ചത്? ശ്രദ്ധിക്കടാ, നമുക്ക് ആരെയാണ് കണ്ടുപിടിക്കേണ്ടത് അവനെ അവിടെ വെക്കാം. ഈ റൗണ്ടിലുള്ളവനോട് വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? അടിയിൽ ആരാണുള്ളത് ഓനെടുത്ത് അപ്പുറത്തേക്ക് അടുത്ത് കൊടുക്കാം. അടിയിൽ ആരാണോ ഉള്ളത് ഓൻ അപ്പുറത്തേക്ക് കൊടുക്കാം. കൺസെപ്റ്റ് ഓക്കെ ആണെങ്കിൽ അത് അടിയിൽ ആരാണുള്ളത് ഓൻ അപ്പുറത്തേക്ക് കൊടുക്കാം. അപ്പൊ എന്ത് ചെയ്യും? NSനെ നമ്മളിവിടെ എന്താക്കി ഫിക്സ് ആക്കി വെച്ചു. NS NP നമ്മളിവിടേക്ക് കൊടുത്തു. അപ്പൊ എന്താ? NP×VS/BP. ഓക്കെ ആണല്ലോ? ഇക്വേഷൻ ഞാൻ ഉണ്ടാക്കി മനസ്സിലായി. അതായത് ആരെയാണോ കണ്ടുപിടിക്കേണ്ടത് അവൻ അവിടെ വെച്ചിട്ട് ഈക്വൽ ടു ഒരാളുണ്ടാവില്ല, ആ കണ്ടുപിടിക്കേണ്ട അടിയിൽ ഒരാളുണ്ടാവില്ല, ആ ആളെ അപ്പുറത്തേക്ക് സപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ? അവൻ ഇൻറ്റു അപ്പോൾ ഒരു ചക്ക ഇൻറ്റു VS/BP. ഓക്കെ, ഇത്രയേ ഉള്ളൂ കണ്ടുപിടിക്കാൻ. ഓക്കെ, സെറ്റ്. ഇനി നമ്മൾ അത് ചെയ്ത് നോക്കുക. വാല്യൂ ഇട്ട് നോക്കി. NS = 4800. വാട്ട് ഈസ് 4800? NP അതായത് നമ്പർ ഓഫ് ടേൺസ് പ്രൈമറിയിലുള്ള നമ്പർ എത്രയാണ്? 4800 ഇൻറ്റു 8 എന്താണ്? 8 VS അതായത് വോൾട്ടേജ് സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് ബൈ BP അതായത് വോൾട്ടേജ് പ്രൈമറിയിലുള്ള വോൾട്ടേജ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതെന്താ സാറേ കുറേ വെട്ടിയിട്ടില്ലല്ലോ? അതൊക്കെ എന്താ സിമ്പിളാണ്. അതായത് അടിയിലും 0 വന്നാൽ വെട്ടണം, മുകളിലും 0 വന്നാൽ വെട്ടണം. ഇത് 0 ഇട്ട് പകുതി ബദറിൽ വിട്ട് ഇങ്ങനെ ഒരു സംഗതി നമ്മൾ പറഞ്ഞു തരും. സോ വീഡിയോ
സോ ഓക്കെ നമ്പർ ഓഫ് ടേൺസ് ഇതാക്കി നമ്മളൊക്കെ സെറ്റ് ചെയ്ത് ചില എന്ത് ചെയ്യുക, അടിയിൽ 0 ഉണ്ടെങ്കിൽ മുകളിൽ 0. നമ്മൾ വെട്ടിക്കാൻ അടിയിൽ 0 മുകളിൽ 0 വെട്ടിക്കാളാ, ഒന്നും നോക്കണ്ട. അടിയിൽ 0 മുകളിൽ 0 എങ്കിൽ നമ്മൾ ചെയ്യാം വെട്ടിക്കാളാ, അവൻ ആവശ്യമില്ല വെട്ടിക്കാളാ. ഓക്കെ, ഈ കൺസെപ്റ്റ് ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ അവിടെ എന്തെന്നാ അതായത് അടിയിലൊരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട് വെട്ടിക്കാൻ. ഇനി ബാക്കി ആരാണ്? ഇവിടെ 480 ഉണ്ട് ആൻഡ് ഇവിടെ 24 ഉണ്ട്. സോ ഈ ഒരു 480ഉം 24ഉം എന്തോ ഒരു ഇത് 24ന്റെ ഇരട്ടിയാണ് 480, സോറി 48. അപ്പൊ എന്ത് ചെയ്യാം, 24നെ കട്ട് ചെയ്ത് അവിടെ ആരുണ്ടാവും? അവിടെ 1 ഉണ്ടാവും അല്ലേ? 48 ആരുണ്ടാവും? 2 ഉണ്ടാവും. അത് സാറേ ഈ 0 എവിടുന്ന വന്നേടാ? 0 ഈ ഇടയിൽ കണ്ട ഒരു 0 ഒളിച്ചിക്കണത്, 0 എടുത്തിട്ടാ മതി. അപ്പൊ എന്ത് ചെയ്യാം, അടിയുള്ളതിന് നോക്കണ്ട. അപ്പൊ എന്താ 20 × 8 = 160. 20 × 8 = 160. സാർ കിട്ടി, ക്വസ്റ്റ്യൻ കിട്ടി. അതായത് നമ്മൾ ആൻസർ ഇട്ടതാ NS = 20 × 160. 20 × 160 സിമ്പിൾ കിട്ടി. ഇത്രയും സിമ്പിൾ ആയിട്ട് സെറ്റായി കിട്ടില്ല. ഇതിനാണ് പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായി. ജസ്റ്റ് ഒന്നുകൂടി റിവിഷൻ ചെയ്ത് കണ്ടു. അതായത് എന്താ ഇത് 0 വെട്ടിക്കളിയാണ്, ഒന്ന് ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്ത് കാണുക. സോ ഒരു പാർട്ട് കൂടി ചെയ്യുന്നത് വേറൊരു ക്വസ്റ്റ്യനോട് ഇവിടെ ചെയ്യാനുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനോട് ചെയ്യാണ്ട് നമ്മൾ ചെയ്യും. വീഡിയോയുടെ ദൈർഘ്യം കൂടി പോയിട്ടുണ്ട്. സോ എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും പാർട്ട് 2 ഉണ്ട്, കാണാൻ ശ്രദ്ധിക്കണം. പാർട്ട് 2 ഉണ്ട്. സോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ബൈ.